ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ടു വിപ്നാസ് ടേസ്റ്റി റെസിപ്പീസ്. ടേസ്റ്റി റെസിപ്പീസിലെ ഇന്നത്തെ ടേസ്റ്റി റെസിപ്പി ഒരു എഗ് സ്റ്റൂവിൻ്റെ റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു എഗ് റെസിപ്പിയാണിത്. പിന്നെ സ്റ്റൂ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, അതിൽ തേങ്ങാപ്പാൽ വേണം. തേങ്ങാപ്പാൽ പിഴിയേണ്ട ചെറിയൊരു പണിയുണ്ട്, ബാക്കിയൊക്കെ സിമ്പിളാണ്. അപ്പോൾ ചപ്പാത്തിയുടെയും ഗീ റൈസിൻ്റെയും അപ്പത്തിൻ്റെയും ഒക്കെ കൂടെ പറ്റിയ ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് നോക്കിയാലോ എങ്ങനെയാണിത് തയ്യാറാക്കുന്നതെന്ന്. ചൂടായ ഓയിലിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ കുരുമുളക്, 3 ഏലക്കായ്, 3 ഗ്രാമ്പൂ, ചെറിയൊരു കഷ്ണം പട്ട, ഇതൊക്കെയാണ് ചേർത്ത് കൊടുത്തത്. നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ പേസ്റ്റ് ഉള്ളത് കൊണ്ട് ചേർത്തതാണ്, ഇല്ലെങ്കിൽ ജിഞ്ചർ ഗാർലിക് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി സവാളയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ 3 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. സവാള ബ്രൗൺ കളർ ആവുന്നത് വരെയൊന്നും വരട്ടേണ്ട ആവശ്യമില്ല. എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും. ഇനി തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ നന്നായിട്ട് പഴുത്ത 2 തക്കാളിയാണ് ചേർത്തിട്ടുള്ളത്. അതും ഇതേപോലെ സവാളയുടെ ഒക്കെ കൂടെ വഴറ്റി കൊടുക്കാം. അതിനുശേഷം അടുത്തതായിട്ട് 2 ഉരുളക്കിഴങ്ങ്. 2 ഉരുളക്കിഴങ്ങാണ് ഞാൻ എടുത്തത്, ചെറിയ ഉരുളക്കിഴങ്ങാണ്. 2 ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തതുണ്ട്, അതുകൂടെ ഇതിലേക്ക് ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ തക്കാളിയും ഉള്ളിയും ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം. ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്തിട്ട് വേവിച്ചെടുക്കാം. ഒരു വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ഞാനിവിടെ ഏകദേശം 1.5 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഗ്രേവിക്ക് അനുസരിച്ചിട്ട് തേങ്ങാപ്പാലിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. കറി തിളച്ച് വരുന്നുണ്ട്. ഈ സമയം മുട്ട ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. 4ഉം ഹാഫായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോന്നായിട്ട് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ കറി റെഡിയായിട്ടുണ്ട്. ചെറിയൊരു പണി കൂടെ ബാക്കിയുണ്ട്. അതിലേക്കായിട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യൊഴിച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 5ഓ 6ഓ ചുവന്നുള്ളി ചതച്ചത് ചേർത്തിട്ട് നന്നായിട്ട് മൊരിച്ചു കൊടുക്കാം. ചുവന്നുള്ളിയുടെ കൂടെ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ കറിക്ക് എരിവ് കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഈ സമയം കറിവേപ്പിലയുടെയും ചുവന്നുള്ളിയുടെയും ഒക്കെ കൂടെ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. എല്ലാം നന്നായിട്ട് വഴറ്റിയിട്ട് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ എഗ് സ്റ്റ്യൂ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനി ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എല്ലാ വീഡിയോസും നോക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതേപോലെയുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള വേറൊരു റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്